ഹലോ, എല്ലാവരുടെയും ക്രിസ്മസൊക്കെ എവിടം വരെയായി? ഇതാ ഇവിടെ പുൽക്കൂടിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മുടെ റെഡിമെയ്ഡ് പുൽക്കൂട് വെച്ച് വാങ്ങിച്ച് വെച്ച് കണ്ട് കണ്ട് ബോറടിച്ച് തുടങ്ങി. അപ്പം വിചാരിച്ചു ഇപ്രാവശ്യം കുറച്ച് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന്. അപ്പോൾ ഇതാ വീട്ടിലുണ്ടായിരുന്ന ഒരു എന്താ പറയുക, കട്ടിക്കവറുണ്ടല്ലോ, അതെടുത്ത് കണ്ടിച്ച് ഇതാ ഒരു വീട് ഞാൻ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് മേളിൽ നന്നായിട്ട് കോട്ടനൊക്കെ ഒട്ടിച്ച് നല്ല മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു വീടാക്കി മാറ്റി അത് നമ്മൾ തെർമോക്കോളിലേക്ക് ഒട്ടിച്ച് കൊടുക്കുവാണ്. ഇനി നമുക്ക് കുറച്ച് കുട്ടി കുട്ടി വീടുകളും കൂടെ വേണം. അപ്പോൾ ഞാനൊരു 2 കുട്ടി കുട്ടി വീടുകൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഒരു യൂറോപ്യൻ സ്റ്റൈൽ വീട്. ഇതൊക്കെ പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള പല ഐഡിയാസ് വെച്ചിട്ട്, അതായത് പല ഇമേജസ് നോക്കിയിട്ട് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ ഒരെണ്ണം ചെയ്യുന്നു കേട്ടോ. പിന്നെ ഈ ടേബിൾ ടോപ്പറൊക്കെ ആയിട്ട് കിട്ടുന്ന ചെറിയ ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ, ആ ട്രീ വാങ്ങിയതാണ്, അത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാനിവിടെ വീടുണ്ടാക്കിയത് ഒരു ആദ്യത്തെ വീടും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു സ്നോമാൻ അടിപൊളിയായിട്ടില്ലേ, നല്ല രസമാണ്, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. അതുപോലെ ഇതാക്കുന്ന കുഞ്ഞു കുഞ്ഞു കുറച്ച് ട്രീസ് ഉണ്ട്, അതും ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് വെച്ച് പോകുന്നുണ്ട്. 10 തവണ ഞാൻ അവിടെ ഇവിടെയൊക്കെ വെച്ച് സെറ്റായോ എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് കേട്ടോ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഈ തെർമോക്കോളിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഏകദേശം ഇത്രയും ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാൻകുട്ടനെയും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നല്ല രസമില്ലേ മാനിനെ കാണാൻ, നല്ല ഭംഗിയായിട്ട് ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയും ആയി. ഇനി നമുക്കിതിനകത്തേക്ക് ലൈറ്റ്സ് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം എന്താ ഇങ്ങനെ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന LED ലൈറ്റ് ഉണ്ടല്ലോ, അതാണ് വാങ്ങിയത്. അതാകുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര തിന്നായതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കും അങ്ങനെ ഒട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒട്ടിച്ചു. ഇനി ഇതാ നിറച്ച് ഫെവിക്കോൾ ഒഴിച്ചിട്ട് നമ്മളുടെ പഞ്ഞി ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. ആക്ച്വലി ഇത് നമുക്കിവിടെ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടല്ല, ഒരിടത്തേക്ക് ട്രാവൽ ചെയ്ത് കൊടുത്തു വിടാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പശ വെച്ചിട്ട് ഒട്ടിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്കാണെങ്കിൽ പശയൊന്നും തേക്കണ്ട കേട്ടോ. നമ്മുടെ വീട്ടിലും ഞാൻ ഇതുപോലെ തന്നെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ ചെറികൾ വീണ് കിടക്കുന്നത് പോലെ ഞാൻ കുറച്ച് നമ്മുടെ ബോബിൾസ് ഉണ്ടല്ലോ അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്, ചെറുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പുൽക്കൂട് ഇവിടെ സെറ്റായി. ഞാനിവിടെ നമ്മളുടെ എന്താ പറയുക, ഉണ്ണീശോനെയും മാതാവിനെയും ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. ആക്ച്വലി ഇത് അവിടെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീഡിയോ തരുമായിരിക്കും. അപ്പോൾ ഞാൻ വേറെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ്. എന്ത് രസമല്ലേ, കുറേ നേരം കഷ്ടപ്പെട്ടെങ്കിലും ഈ ഒരു റിസൾട്ട് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അല്ലെങ്കിലും ഇങ്ങനെയുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും ഒക്കെ ഒരു സന്തോഷമല്ലേ വരിക. ഓണം വരുമ്പോൾ പൂക്കളം, ഓരോ ദിവസവും ഓരോ ഡിസൈനിൽ പൂക്കളിടുക, അതിനുള്ള പൂ ഒരുക്കുക, അങ്ങനെ പലതും. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് കേട്ടോ ഇൻ അഡ്വാൻസ്.